ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ മസ്താനിയും തമ്മിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് ആര്യനെയും അതുപോലെ തന്നെ ജിസേലിനെയും കുറിച്ചാണ്. വേറൊന്നുമല്ല, ഇവിടെ എത്രയോ കപ്പിൾസ് ഇതിനു മുൻപ് സീസണിൽ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് വന്നിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കപ്പിൾസ് ആയവരുണ്ട്. ഇതുപോലെ തന്നെയല്ല നമ്മുടെ ആദിലയും നൂറയും ഇവരൊക്കെ എന്തെങ്കിലും മോശമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ ഇവിടെ മഴ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് കവിളിലൊരു ഉമ്മയല്ലേ ഇവർ ചെയ്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പാർട്ട്നേഴ്സ് ആയിട്ട് പോലും അവർ അങ്ങനെയൊന്നും മോശമായ രീതിയിൽ ഇവിടെ കാണിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണെന്ന്. പക്ഷേ ഈ ആര്യനും ജിസയിലും എന്തായി കാണിക്കുന്നത്? ഞാനും ഇത് പുറത്തു നിന്ന് കണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് മാത്രമല്ല, ഞാനിത് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ തന്നെയും എന്നെ കുറിച്ച് പറയുന്നുണ്ട് എനിക്കെന്തോ സദാചാരമാണെന്ന്. ഞാൻ അതൊന്നും കരുതിയിട്ടല്ല. ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്. ആ ഷോയ്ക്ക് കുറച്ച് മാന്യതയുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ പെരുമാറണം. ഇതൊക്കെ തന്നെയും പറയുന്നത് നമ്മുടെ അനുമോളാണ്. മസ്താനിയോടാണ് അനുമോൾ ഇതൊക്കെ തന്നെയും പറയുന്നത്. സത്യം പറഞ്ഞാൽ അനുമോള് നല്ലൊരു കുട്ടിയും അതുപോലെ തന്നെ ജിസയിലും ആരിനും വളരെ മോശപ്പെട്ട സ്വഭാവക്കാരുമാണ് എന്ന രീതിയിലാണ് അനു സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ അനുവിന്റെ മനസ്സിൽ ഒരു സദാചാര ബോധമുണ്ട് എന്ന് കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാകും. ഇതിനൊക്കെ തന്നെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ മസ്താനിയും കൂടെ തന്നെയുണ്ട്. നീ എന്തായാലും ലാലേട്ടൻ വരുന്ന സമയത്ത് ഉറച്ചു തന്നെ നിന്നോണം. ആ സമയത്ത് ബബ്ബ അടിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വരുന്ന എപ്പിസോഡുകളിലും ലൈവിലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം.